ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ കൈകൾ രണ്ടും ഒടിഞ്ഞുപോയി, അവൻ നശിച്ചു. ഇയാളുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു. തങ്കം പോലെ ശോഭിക്കുന്ന നിറമുണ്ടായിരുന്നതുകൊണ്ടാണ് അയാൾ അബൂലഹബ് എന്ന് വിളിക്കപ്പെട്ടത്. തീജ്വാലയ്ക്കാണ് ലഹബ് എന്ന് പറയുക. അബൂലഹബ് എന്നാൽ ജ്വാലാമുഖൻ എന്നർത്ഥം. ഇവിടെ അയാളുടെ പേരിന് പകരം ഈ ചെല്ലപ്പേരുപയോഗിച്ചതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അയാൾ സ്വന്തം പേരിലേറെ ഈ ചെല്ലപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രണ്ട്, അയാളുടെ അബ്ദുൽ ഉസ്സ എന്ന പേര് വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്ന പേരാണ്. ഖുർആനിൽ അയാൾ ആ നാമത്തിൽ സ്മരിക്കപ്പെടുന്നത് ഭൂഷണമല്ല. മൂന്ന്, ഈ സൂറയിൽ പ്രസ്താവിക്കപ്പെടുന്ന അയാളുടെ പര്യവസാനവുമായി ഈ പേരിന് കൂടുതൽ ചേർച്ചയുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ എന്ന വാക്യത്തിന് അബൂലഹബിന്റെ കൈകൾ മുറിഞ്ഞു പോവട്ടെ എന്നാണ് മുഫസ്സിറുകൾ അർത്ഥം നൽകിയിട്ടുള്ളത്. തബ്ബ എന്ന പദത്തിന് അവൻ നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ അവൻ നശിച്ചു പോയി എന്നാണ് അവർ അർത്ഥം കൽപ്പിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഇത് അയാൾക്ക് നൽകിയ ഒരു ശാപമല്ല, മറിച്ച് ഭാവിയിൽ അയാൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭൂതകാല വചനത്തിൽ നടത്തിയ പ്രവചനമാണ്. സംഭവിച്ചു കഴിഞ്ഞതുപോലെ ഉറപ്പാണത് എന്ന് സൂചിപ്പിക്കാനാണ് ഭൂതകാല വചനം ഉപയോഗിച്ചത്. പിൽക്കാലത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചതും ഏതാനും വർഷം മുമ്പ് ഈ സൂറയിലൂടെ പ്രവചിക്കപ്പെട്ടതു തന്നെയായിരുന്നു. കൈ ഒടിയുക എന്നതിന്റെ താൽപര്യം ശാരീരികമായ കൈ മുറിഞ്ഞു പോകലല്ലെന്ന് വ്യക്തമാണ്. ഒരാൾ എന്തു നേടുന്നതിലാണോ തന്റെ ശക്തി അത്രയും ഊന്നിയിരുന്നത്, ആ ലക്ഷ്യം നേടുന്നതിൽ തീർത്തും പരാജയപ്പെടുക എന്നാണ് അതിന്റെ താൽപര്യം. പ്രവാചക സന്ദേശത്തെ തോൽപ്പിക്കാനായിരുന്നു അബൂലഹബ് തന്റെ കഴിവുകളെല്ലാം വിനിയോഗിച്ചത്. ഈ സൂറ അവതരിച്ച് 7-8 വർഷമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിനോടുള്ള വിരോധത്തിൽ അബൂലഹബിന്റെ സഖാക്കളായിരുന്ന ഖുറൈശി പ്രമാണിമാരിലധിക പേരും ബദർ യുദ്ധത്തിൽ തോറ്റു തകർന്നുപോയി. ഈ പരാജയ വാർത്ത മക്കയിലെത്തിയപ്പോൾ അയാൾ അതിരൂക്ഷമായ ദുഃഖത്തിലും മോഹഭംഗത്തിലും പതിച്ചു. പിന്നെ 7 നാളിലധികം അയാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മരണവും വളരെ ദാരുണമായിരുന്നു. അയാളുടെ ദേഹത്ത് ഒരു തരം വൃത്തികെട്ട കുരുക്കൾ പൊങ്ങി വ്രണങ്ങളായിത്തീർന്നു. അയാളുടെ സ്പർശനം ഭയന്ന് വീട്ടുകാർ അയാളെ വെടിഞ്ഞു. മരിച്ച ശേഷവും 3 ദിവസത്തോളം ആരും അയാളുടെ അടുത്തു ചെന്നില്ല. ശവം ജീർണിച്ചു നാറി ഒടുവിൽ ആളുകൾ അയാളുടെ മക്കളെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ കുറച്ച് അബിസീനിയൻ കൂലിക്കാരെ വിളിച്ച് അയാളുടെ ശവം എടുപ്പിച്ചത്. ആ തൊഴിലാളികൾ അയാളെ കുഴിച്ചുമൂടി. മറ്റൊരു നിവേദന പ്രകാരം മക്കൾ ഒരു കുഴി കുത്തി മരത്തണ്ടുകൾ ഉപയോഗിച്ച് മൃതദേഹം അതിലേക്ക് തോണ്ടിയിട്ട് മീതെ കല്ലും മണ്ണുമിട്ട് മൂടുകയാണുണ്ടായത്. ഏതൊരു ദീനിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയാണോ അയാൾ തന്റെ കഴിവുകളും പരിശ്രമങ്ങളും മുഴുവൻ വിനിയോഗിച്ചത്, അതേ ദീനിനെ അയാളുടെ മക്കൾ തന്നെ സ്വീകരിച്ചു എന്നതാണ് കൂടുതൽ കനത്ത പരാജയം. ആദ്യം അയാളുടെ പുത്രി ദർറ ഹിജ്റ ചെയ്ത് മദീനയിലെത്തി മുസ്ലിമായി ജീവിച്ചു. പിന്നീട് മക്ക വിമോചന വേളയിൽ അയാളുടെ പുത്രന്മാരായ ഉത്ബയും മുഅത്തിബും അബ്ബാസ് മുഖേന തിരുമേനിയുടെ മുന്നിൽ വന്ന് വിശ്വാസം പ്രഖ്യാപിക്കുകയും തിരുമേനിക്ക് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പത്തും നേട്ടങ്ങളും അവന് ഒരു ഉപകാരവും ചെയ്തില്ല. അബൂലഹബ് കടുത്ത പിശുക്കനും ധനപൂജകനുമായിരുന്നു. ജാഹിലിയ കാലത്ത് കഅബയുടെ ഭണ്ഡാരത്തിൽ നിന്ന് 2 സ്വർണമാൻ മോഷ്ടിച്ചുവെന്ന് അയാളുടെ പേരിൽ ആരോപണമുണ്ടായിരുന്നതായി ഇബ്നുൽ അസീർ പറയുന്നു. പിന്നീട് ആ മാൻ മറ്റൊരാളിൽ നിന്ന് കണ്ടെടുത്തുവെങ്കിലും ആരോപണവിധേയനായത് അയാൾ തന്നെയാണ്. മക്കയിലെ ആളുകൾക്ക് അയാളെക്കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം എന്താണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. മാ കസബ എന്നതിന് ചില മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തത് സമ്പാദ്യമെന്നാണ്, അതായത് സ്വന്തം മുതലിൽ നിന്ന് അയാൾക്ക് ലഭിച്ച പ്രയോജനം. മറ്റു ചില മുഫസ്സിറുകൾ മക്കൾ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. കാരണം അബൂദാവൂദും ഇബ്നു അബി ഹാത്തിമും നിവേദനം ചെയ്ത ഒരു നബിവചനത്തിൽ മനുഷ്യന്റെ മക്കൾ അവന്റെ കസുബ് ആണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ രണ്ടർത്ഥവും അബൂലഹബിന്റെ പര്യവസാനവുമായി യോജിക്കുന്നതാണ്. കാരണം വ്രണബാധിതനായപ്പോൾ അയാളുടെ സമ്പാദ്യം അയാൾക്കൽപ്പം പോലും പ്രയോജനപ്പെട്ടില്ല. സ്വന്തം മക്കളും അയാളെ ശോചനീയമായ അവസ്ഥയിൽ ചത്തുപോകാൻ ഉപേക്ഷിക്കുകയാണുണ്ടായത്. അയാളുടെ ശവം മാന്യമായി സംസ്കരിക്കാൻ പോലും ആ മക്കൾക്ക് ഉദവിയുണ്ടായില്ല.
ഈ വിധം അബൂലഹബിനെക്കുറിച്ച് ഈ സൂറയിൽ ചെയ്ത പ്രവചനം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷരം പുലരുന്നത് ജനങ്ങൾ കണ്ടു. سيصلى نارا ذات لهب തീർച്ചയായും ജ്വാലകൾ ഉയരുന്ന നരകത്തിൽ അവൻ എരിയുന്നതാകുന്നു. وامرأته حمالة الحطب ഒപ്പം അവന്റെ ഏഷണിക്കാരിയായ പെണ്ണും. ഹമ്മാലത്തുൽ ഹത്തബ് എന്നാണ് ആയത്തിലുള്ളത്. വിറക് ചുമക്കുന്നവൾ എന്നാണ് ഇതിന്റെ വാക്കർത്ഥം. മുഫസ്സിറുകൾ ഇതിന് പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസും ഇബ്നു സയ്യിദും ലഹാക്കും റബീഉബ്നു അനസും പറയുന്നു, അവൾ രാത്രിവേളകളിൽ മരക്കൊമ്പുകൾ കൊണ്ടുവന്ന് നബി തിരുമേനിയുടെ വാതിൽക്കൽ നിക്ഷേപിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ വിറകു ചുമക്കുന്നവൾ എന്ന് വിശേഷിപ്പിച്ചത്. ഏഷണിക്കാരിയായ പെണ്ണ് എന്ന് ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീയുടെ പേര് അർവ എന്നായിരുന്നു. ഉമ്മു ജമീൽ അവളുടെ ചെല്ലപ്പേരായിരുന്നു. അബൂ സുഫിയാന്റെ പെങ്ങളായ ഇവൾ നബി തിരുമേനിയോടുള്ള വിരോധത്തിൽ അബൂലഹബിന്റെ ഒട്ടും പിന്നിലായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ഇബ്നു അബി ഹാത്തിമും സീറത്ത് ഇബ്നു ഹിഷാമും നിവേദനം ചെയ്യുന്നു. ഈ സൂറ അവതരിച്ചപ്പോൾ ക്ഷുഭിതയായ ഉമ്മു ജമീൽ നബി തിരുമേനിയെ അന്വേഷിച്ചു പുറപ്പെട്ടു. അവരുടെ കൈനിറയെ കല്ലുകളുമുണ്ടായിരുന്നു. പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് താൻ തന്നെ രചിച്ച കവിതകൾ പാടിക്കൊണ്ടായിരുന്നു പോക്ക്. ഹറമിലെത്തിയപ്പോൾ അവിടെ അബൂബക്കറിന്റെ കൂടെ തിരുമേനി ആഗതനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുദൂതരെ, അവളിതാ വരുന്നു. അവൾ താങ്കളെ കണ്ടാൽ വല്ല അവിവേകവും കാണിച്ചു കളയുമോ എന്നെനിക്ക് ആശങ്കയുണ്ട്. തിരുമേനി പറഞ്ഞു, അവൾക്കെന്നെ കാണാൻ കഴിയില്ല. അതുതന്നെയാണുണ്ടായത്. തിരുമേനിയുടെ സാന്നിധ്യമുണ്ടായിട്ടും അവൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അവൾ അബൂബക്കറിനോട് ചോദിച്ചു, നിന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചതായി കേട്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മന്ദിരത്തിന്റെ നാഥനാണ് സത്യം, അദ്ദേഹം നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല. അതോടെ അവൾ തിരിച്ചുപോയി. ബസ്സാർ അബ്ദുല്ലാഹിബ്നു അബ്ബാസിൽ നിന്നും ഇതുപോലുള്ള സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആക്ഷേപിച്ചത് റസൂലല്ല, അല്ലാഹുവാണ് എന്നായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയുടെ താൽപര്യം. في جيدها حبل من مسد അവളുടെ കഴുത്തിൽ പനനാരുകൊണ്ടൊരു വടമുണ്ടാകും. അവളുടെ കഴുത്തിനെ കുറിക്കാൻ ജീദ് എന്ന പദമാണ് ഉപയോഗിച്ചത്. ആഭരണങ്ങൾ അണിഞ്ഞ കണ്ഠത്തിനാണ് അറബി ഭാഷയിൽ ജീദ് എന്ന് പറയുക. സഈദ് ബിനുൽ മുസയ്യബും ഹസൻ ബസ്രിയും ഖതാദയും പറയുന്നു, ഈ സ്ത്രീ വളരെ വിലപിടിച്ച ഒരു ഹാരം കഴുത്തിലണിഞ്ഞിരുന്നു. ലാത്തയും ഉസ്സയുമാണ് സത്യം. താൻ ഈ മാല വിറ്റ് അതിന്റെ വില മുഹമ്മദിനെ എതിർക്കാൻ ചെലവിടുമെന്ന് അവൾ പറയാറുണ്ടായിരുന്നുവത്രേ. ആ നിലയ്ക്ക് ഇവിടെ ജീദ് എന്നുപയോഗിച്ചിരിക്കുന്നത് ആക്ഷേപഹാസ്യമായിട്ടാണ്. ആഭരണത്താൽ അലങ്കൃതമായ ഈ കഴുത്തിൽ നരകത്തിന്റെ കയർ മുറുകാൻ പോകുന്നു എന്നാണ് അതിന്റെ താൽപര്യം. അവളുടെ കഴുത്തിലിടുന്ന കയറിനെക്കുറിച്ച് ഹബ്ലും മിൻ മസദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മസദ് ഇനത്തിൽപ്പെട്ട കയർ എന്നർത്ഥം. ഭാഷാ പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും ഇതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നു. നന്നായി പിരിച്ചു ബലിഷ്ഠമാക്കിയ കയറിന് മസദ് എന്ന് പറയുന്നു എന്നാണ് ഒരഭിപ്രായം. ഈന്തപ്പന നാരുകൊണ്ട് നിർമ്മിച്ച കയറിനാണ് മസദ് എന്ന് പറയുക എന്നത്രേ മറ്റൊരഭിപ്രായം. ഒരു തരം പുല്ലുകൊണ്ട് പിരിക്കുന്ന കയർ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ചർമ്മം കൊണ്ടോ രോമം കൊണ്ടോ ഉണ്ടാക്കുന്ന കയർ എന്നാണ് അർത്ഥമെന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. ലോഹക്കമ്പികൾ പിരിച്ചിട്ടുണ്ടാക്കുന്ന കയറാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്നും ഒരഭിപ്രായമുണ്ട്.